ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഫുൾ ലൈഫ്. ഇറ്റ് മീൻസ് അവർ പോസിറ്റീവ് ആണെങ്കിൽ, അവർ സക്സസ്ഫുൾ ആണെങ്കിൽ നമ്മുടെ ലൈഫ് സക്സസ്ഫുൾ ആണെന്ന് ഞാൻ പറഞ്ഞു. എന്താ പറയുക, റിയൽ സ്റ്റോറി എന്നുവെച്ചാൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചാൽ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 10 പേരുണ്ട് ഞങ്ങളുടെ റൂമിൽ. അപ്പോൾ ആദ്യമേ ഒരുത്തും വർക്കിന് പോയി, പാർട്ട് ടൈം വർക്ക് വെച്ചാൽ എഡ്യൂക്കേഷൻ, പിള്ളേർക്ക് ഇൻകം വേണമല്ലോ. പിന്നെ ഞാനും പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി എല്ലാവരും മണിക്ക് പോകുന്നു. പിന്നെ എക്സ്ട്രാ 2 പേര് പോയി. അപ്പോൾ വേറെ അവൻ്റെ ഫ്രണ്ട്സ് അവർ പോകത്തില്ല. ഞാൻ പറഞ്ഞു നിങ്ങളും പോകുന്നു പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ 2 പേര് പോയി. അറൗണ്ട് 6 to 7, 8 മെമ്പർ വരെ അവസാനം വരെയും പോയി. കാരണം അവ പോകുന്നുണ്ട്, എനിക്കൊന്നും കൊണ്ട് പോയിക്കൂടാ, ആ റൂമിൽ ഒറ്റയ്ക്ക്. അതൊരു ഓരോരോ റീസൺ എല്ലാവർക്കും കാണും പോകാൻ വേണ്ടി. ബട്ട് എല്ലാവരും പോകുന്നുണ്ട്. കാരണം അത് ഒരുത്തൻ ആ റൂമിൽ ഡിസിഷൻ എടുത്തും കൂടെ ഒരുത്തൻ മാറിയും കൊണ്ട് ഇനി ബാക്കി 2 പേര് റൂമിൽ അവസാനം അവരും പോയില്ലെങ്കിൽ 100% വരികയുണ്ട്. അപ്പോൾ തന്നെ വെക്കറ്റ് ചെയ്ത് പോകും. ബട്ട് പോവും, ഇറ്റ്സ് റിയൽ. കാരണം നോക്കുന്ന അവന്മാരെല്ലാം പോകുന്നുണ്ട് എന്നുവെച്ചാൽ അവർ കണ്ടിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അവരങ്ങനെയല്ല. ഓക്കെ, അതേ രീതിയാണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പാണ് ഏറ്റവും വലുത്. ആ ഫ്രണ്ട്ഷിപ്പിൽ നമ്മളിപ്പോൾ ഇന്നത്തെ ഫ്രണ്ട്ഷിപ്പാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, അതനുസരിച്ചിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള ഫ്രണ്ട്സിനൊന്നും തട്ടി മാറ്റാൻ പറ്റില്ല. നെക്സ്റ്റ് ടൈം നമ്മുടെ ഒരു മൈൻഡ് സെറ്റുള്ള ഫ്രണ്ട്സ് കണ്ടെത്തുക, അവൻ്റെ കൂട്ടത്തിരിക്കും, അത്രയും പോസിറ്റീവ് ആയിരിക്കും. 2 പേരെ ഡ്രീം ഒന്നാണെന്ന് വെച്ചാൽ അതൊക്കെ നല്ല ഒരു ഫ്രണ്ടിന് കിട്ടാൻ ചാൻസ് ഇല്ല. ഒരു പാർട്ട്ണർ എന്തിനും എന്താണ് പറയുക, കൂടുതൽ ഒരാൾ എന്ത് പറയാനുള്ള ഒരു ബലത്തിനുള്ളത് നല്ലതാണ്. ഒറ്റയ്ക്ക് നേരിട്ടാണ് ശരിയാണ്.